രാജകുമാരി. എഴുന്നേക്ക് പുത്രി, എഴുന്നേക്ക്, 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 എഴുന്നേക്ക് പുത്രി. പിതാശ്രീ, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? പൂജ നടക്കുമ്പോ ഇവിടെ എന്താ ഇങ്ങനെ അനർത്ഥം സംഭവിക്കുന്നത്? ഭഗവതി ക്രോധത്തിലാണോ? അല്ല പുത്രി, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ദേവി ഒരിക്കലും നമ്മോട് കോപിക്കില്ല, നമ്മോട് കോപിക്കില്ല പുത്രി. എല്ലാം ശരിയാവും പുത്രി, എല്ലാം ശരിയാവും. മാതേ, മാതേ, നമ്മുടെ അപരാധം ക്ഷമിച്ചു തന്നാലും മാതേ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. അമംഗളം സംഭവിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ, അതിന് നാം എങ്ങനെ കാരണക്കാരിയാകും? അങ്ങ് നിശബ്ദനായത് എന്താണ്? പറഞ്ഞാലും. എന്താ ഏതെങ്കിലും ദുഷ്ടശക്തികൾ നമ്മെ വലയം ചെയ്തിട്ടുണ്ടോ? എന്തു പറ്റിയെന്ന് പറഞ്ഞാലും ആരെങ്കിലും നമ്മുടെ രൂപനഗരത്തിന് അഹിതം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? വീണ്ടും വീണ്ടും നമുക്ക് ഇപ്രകാരം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? അങ്ങ് പറഞ്ഞാലും. വാസ്തവത്തിൽ ദേവി ഉണർന്നിരുന്നു, പക്ഷെ നമ്മുടെ പുത്രിക്ക് ആശീർവാദം ലഭിച്ചില്ല. ഇതുപോലെ മുൻപൊരിക്കലും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ രൂപവതി എന്തായിരിക്കും ചിന്തിക്കുന്നത്? ശരിക്കും സത്യമാണോ? നിഗൂഢകൾ നിറഞ്ഞ ഗന്ധർവനായിരിക്കും ഇതിനെല്ലാം കാരണം. ആശങ്കപ്പെടേണ്ട പുത്രി, ആശങ്കപ്പെടേണ്ട. നാം ഉടൻ തന്നെ ഗണിച്ചു നോക്കി എത്രയും വേഗം ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതാണ്. എന്തായാലും നാം ആശങ്കപ്പെട്ടേ മതിയാകും. നമുക്കുറച്ച വിശ്വാസമുണ്ട്, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. തീർച്ചയായും അതിന്റെ പിന്നിൽ വളരെ വലിയൊരു ഗൂഢാലോചനയുണ്ട്. അത് ചെയ്യുന്നത് ആരാണെന്ന് നാം തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ആരാണ് നീ? നീ ആരാണെന്ന് പറയൂ. പറയാനല്ലേ പറഞ്ഞത്? പറയാൻ. അല്ലെങ്കിൽ നീ നിന്റെ മൃത്യു വരിക്കാൻ തയ്യാറായിക്കൊള്ളൂ. പറയൂ, മറുപടി നൽകൂ. ഇതെന്താ? നമ്മുടെ ശരീരം ഇപ്രകാരം ദുർബലമായി തീർന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രഹരം നമുക്ക് നൽകിയത് ആരാണ്? ഇത് ഗന്ധർവനാണോ അതോ മറ്റാരെങ്കിലുമാണോ? ഇല്ല, ഇനി ഇവനെ നേരിടുന്നത് ഉചിതമായിരിക്കില്ല. പിന്നീട് ഒരിക്കൽ കാണുന്നതായിരിക്കും ഉചിതം. വളരെ കഷ്ടപ്പെട്ടാണ് നാം ഇവിടെ എത്തിയത്. എന്നാൽ ഇനി വളരെ ജാഗ്രത പുലർത്തേണ്ടതാണ്.
ഒരു ചെറിയ പിഴവ് പോലും വരുത്താൻ പാടില്ല.